അല്പസമയത്തെ ചിന്തയ്ക്കായി ചില വേദവചനം വായിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ 13-ാം വാക്യമാണ് വായിച്ചത്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് ഈ വിഷയം യേശുക്രിസ്തു നിക്കോദോമസിനോട് സംസാരിച്ചതിന് ശേഷം അടുക്കെ നിക്കോദോമസിനോട് സംസാരിച്ച വചനമാണ്, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകും. നമുക്ക് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. കർത്താവ് മോശയോട്, ഒരു സർപ്പത്തെ ഉണ്ടാക്കി കെട്ടിടത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശെ താമരം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചാൽ അവൻ താമര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇതൊരു ദൃഷ്ടാന്തമാണ്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം ഈ ഭൂമിയിൽ ചെയ്യാനിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ സൂചനയാണ് അന്ന് മരുഭൂമിയിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റപ്പോൾ, അങ്ങനെ അഗ്നിസർപ്പം കടിച്ചവർ മരിക്കേണ്ടി വന്നത് അവരുടെ ജീവിതത്തിലെ പരാജയം മുഖാന്തരമാണ്, ദൈവത്തോടുള്ള മത്സര നിമിത്തമാണ്. അത് നമുക്കറിയാവുന്ന വിഷയമാണ്. പക്ഷേ വീണ്ടും അവരെന്ത് ചെയ്തു? അനുദപിച്ചു, ദൈവത്തോട് നിലവിളിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. ദൈവം മനസ്സലിഞ്ഞു. അപ്പോൾ മോശയ്ക്കൊരു പോംവഴി കൊടുത്തു. എന്താ പോംവഴി? അഗ്നിസർപ്പം കടിച്ച ജനം പിച്ചള സർപ്പത്തെ നോക്കിയാൽ രക്ഷ പ്രാപിക്കുന്നു. സർപ്പം എപ്പോഴും സാത്താനെ പ്രദാനം ചെയ്യുന്ന ഒരു പ്രതീകം. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഏദേനിൽ ആദവും ഹവ്വയും ഈ സർപ്പത്തിൻ്റെ വാക്കനുസരിച്ച് ആണ് മരണത്തിലേക്ക് പ്രവേശിച്ചത്. ഇവിടെയും ഈ സർപ്പത്തിൻ്റെ കടിയേറ്റാണ്. ഒരു കണക്ക് പറഞ്ഞാൽ ഏദേനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും സർപ്പത്തിൻ്റെ കടിയേറ്റാണ്, സർപ്പത്തിൻ്റെ വായിൽ നിന്ന് വാക്കനുസരിച്ചാണ് ആദ്യ മനുഷ്യനും സ്ത്രീയും പാപത്തിനടിമയായിപ്പോയത്. പിശാച് ദൈവം ചെയ്യുന്ന ഒരു വലിയൊരു പദ്ധതി, നമ്മൾ സന്തോഷിക്കേണ്ട ഒരു രഹസ്യം, പിശാച് എന്താണോ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനിൽ പ്രവർത്തിച്ചത്, ആ പ്രവൃത്തിയിലൂടെ മനുഷ്യനെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് പിൽക്കാലത്ത് ഇന്നുവരെയും കാണാൻ കഴിയുന്നത്. പിശാച് ഏദേനിൽ മനുഷ്യനെ വശീകരിച്ച്, വഞ്ചിച്ച്, ചതിച്ച്, ഉപായരൂപേണ ആ സമയത്ത് അവൻ പറഞ്ഞതെല്ലാം ഭോഷ്കാണെന്നുള്ളതാണ്.
അവൻ എല്ലാ സമയത്തും ഫോഷ്കേ പറയത്തുള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ അപ്പനാണ്. അതിൻ്റെ കാരണം കർത്താവ് പറയുന്നത്, പിശാചും ഫോഷ്ക് പറയുന്നു, യേശുവിൻ്റെ മുമ്പിൽ ഭക്തി നടിക്കുന്ന യഹൂദന്മാരും പറയുന്നത് എന്താണ്? ഫോഷ്ക. ഭക്തിയുടെ നടനം നടത്തുന്ന ഏവരും എക്കാലത്തും എന്തേ പറയുന്നത്? ഫോഷ്കയെ പറയത്തുള്ളൂ. അവർക്ക് ഫോഷ്ക് പറഞ്ഞാലേ നിലനിൽപ്പുള്ളൂ. അത് ലോകത്തിൻ്റെ ആയാലും ആത്മീയ ലോകത്തിൽ എന്ന് പറയുമ്പോൾ ആത്മീയന്മാരെന്ന് പേര് പറയുന്ന സമൂഹം അംഗീകരിക്കുന്ന ജനമായാലും അവരുടെ നിലനിൽപ്പൊക്കെ ഫോഷ്ക് പറഞ്ഞാണ്. ഫോഷ്കിനോട് ഫോഷ്ക് ചേർത്ത് വെച്ചാണ് അവർ നിലനിൽക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേൾക്കുന്ന ജനം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ ഫോഷ്ക് ആര് എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കുന്ന കാര്യം ആത്മീയ ലോകത്തിൽ, അതായത് വിശ്വാസി എന്ന് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ ഫോഷ്ക് പറയുന്നവരുടെയും സത്യം പറയുന്നവരുടെയും വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈ രണ്ട് വാക്കുകളും ദൈവവചനവുമായിട്ട് താരതമ്യം ചെയ്യുക. ദൈവവചനവുമായിട്ട് ഒത്തുവരാത്തതൊന്നും നമ്മൾ സ്വീകരിക്കരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നു, നമ്മൾ അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. നാളെ ഈ പറയുന്ന അഭിപ്രായക്കാരോ ഫോഷ്ക് പറയുന്നവരോ ആരും നമ്മളെ സഹായിക്കാൻ കാണില്ല. നമ്മളെ സഹായിക്കാൻ ദൈവവചനം നമ്മൾ അനുസരിച്ചാൽ ഈ വചനം മാത്രമേ നമുക്ക് സാക്ഷ്യം പറയത്തുള്ളൂ. കർത്താവിൻ്റെ വചനം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. കർത്താവിൻ്റെ രക്തം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഈ 3 സാക്ഷ്യം കൂടെ ഒത്തുവരുന്ന പോയിൻ്റാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് ഉള്ള ദൈവത്തിൻ്റെ അടിസ്ഥാനമായ പത്രോസിൻ്റെ ഉപദേശം നമ്മൾ അനുസരിക്കുമ്പോൾ, നമ്മൾ വചനം അനുസരിക്കുന്നു, വചനം നമ്മളോട് സാക്ഷ്യം പറയുന്നു. നസറനായ യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്നത് കൊണ്ട് അവൻ്റെ രക്തം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുന്നത് കൊണ്ട് യേശുക്രിസ്തു എന്ന പരിശുദ്ധാത്മാവിനെ ആ ക്ഷണത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അയക്കുന്നു. ആകയാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന യേശുക്രിസ്തു എന്ന സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇങ്ങനെ കർത്താവിൻ്റെ സാക്ഷ്യത്താൽ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ ഇടയായിത്തീരും. പ്രിയരെ, ഇവിടെ നമ്മൾ വായിച്ച വചനം മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, എന്നത് ഉപമയാണ്. അങ്ങനെയെങ്കിൽ അന്ത്യ സമയത്ത് നമ്മുടെ സ്ഥാനാധിപതിയായ നസറനായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹ കഴിക്കുവാൻ ആഗ്രഹിച്ച ആ രാത്രിയിൽ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ അപ്പം എടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമാകുന്നു. അതുകൊണ്ട് തന്നെ പാനപാത്രമെടുത്ത് വാഴ്ത്തി ഇതിൽ നിന്ന് വാങ്ങി കുടിപ്പീൻ, ഇതിൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം ആകുന്നു. എൻ്റെ നിയമത്തിൻ്റെ രക്തമാകുന്നു. പുതിയ നിയമത്തിലുള്ള എൻ്റെ നിയമത്തിൻ്റെ രക്തമാണ്. അപ്പം ഈ രണ്ട് വിധത്തിലുള്ള കർത്താവിൻ്റെ മേശയോള ബന്ധത്തിലുള്ള ശുശ്രൂഷ ചെയ്തപ്പോൾ യേശുവിൻ്റെ പാപം കൂടാതെ ജനിച്ച, പാപരഹിതമായി ജീവിച്ച
വിശുദ്ധ ശരീരം, പാപരഹിതമായ ശരീരം ശിഷ്യന്മാർക്ക് പങ്കിട്ട് കൊടുത്തിട്ട് ശിഷ്യന്മാരിൽ നിന്ന് പാവമുള്ള ശരീരം യേശു സ്വീകരിച്ചു. അതേപോലെ രക്തത്തിൻ്റെ പുതിയ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ രക്തം പങ്കിട്ടപ്പോൾ, ശിഷ്യന്മാർ അത് പാനം ചെയ്തപ്പോൾ, അതിവിശുദ്ധമായ അതിശ്രേഷ്ഠമാകുന്ന നസ്രനായ പാപരഹിതമായ തേജസ്സേറിയ രക്തം ശിഷ്യന്മാർ പങ്കിട്ടിട്ട് ശിഷ്യന്മാരിൽ നിന്ന് അവർ പോലും അറിയാതെ കർത്താവ് അവരുടെ രക്തം തന്നിലേക്ക് സ്വീകരിച്ചു. അപ്പോൾ യേശുവിൻ്റെ ശരീരം പാപമായി തീർന്നു. തിരിച്ച് പാപരഹിതമായ യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർക്ക് പങ്കിട്ടു. അപ്പം ശിഷ്യന്മാരിൽ ഈ മേശ അനുഭവിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ ശരീരം എന്ന് പറയുന്നത് പാപപൂർണമായ സർപ്പതുല്യമായ ശരീരമായിരുന്നു. ഒരിക്കൽ യേശു മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. ഒരു ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകളിൽ അന്യഭാഷകളിൽ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും ജീവകാനി വരില്ല. ആരുടെ മേൽ കൈവച്ചാലും രോഗശാന്തി വരും. പ്രിയരെ, വിശ്വസിക്കുന്ന ഓരോരുത്തരിലും ഈ 5 അടയാളങ്ങൾ നടക്കേണ്ടതാകുന്നു. നമ്മളിൽ നടക്കും. നിശ്ചയമായും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേറെപ്പെട്ട വിശുദ്ധം നയിക്കുന്ന എല്ലാ വിശുദ്ധന്മാരിലും ഈ അടയാളങ്ങൾ 5 നടക്കും. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. ദൈവം വാക്ക് മാറില്ലല്ലോ. കർത്താവ് അവിടെ പറയുന്നൊരു കാര്യം, സർപ്പങ്ങളെ പിടിച്ചെടുക്കുക. ഹല്ലേലൂയ. സർപ്പങ്ങളെ പിടിച്ചെടുക്കുക. ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളത് കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർത്താവ് ഉദ്ദേശിക്കുന്നത് പാപിയെ രക്ഷയിലേക്ക് നടത്തുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ അയ്യത്തൊക്കെ പുരയിടത്തിലൊക്കെ നടന്നിട്ട് പതികാരൻ്റെ അല്ലെങ്കിൽ പാമ്പിൻ്റെ പൊത്തി കൈയിട്ട് അതിനെ വലിച്ചെടുക്കുന്നതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. പാപികളെ പിടിച്ചെടുക്കും. 18-ാം വാക്യമാണ്. 17-ാം വാക്യം, വിശ്വസിക്കുന്ന ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അന്യഭാഷകളിൽ പുതുഭാഷകളിൽ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ജീവകാനി വരില്ല. ആരും രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പാവിയെ രക്ഷയിലേക്ക് നടത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദൈവദൃഷ്ടിയിൽ രക്ഷിക്കപ്പെടാതിരിക്കുന്ന, അത് എപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്? കർത്താവിൻ്റെ പത്രോസിൻ്റെ ഉപദേശം അനുസരിക്കാത്ത ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടുന്നില്ല. ദൈവം യേശുക്രിസ്തു മുഖാന്തരം സ്ഥാപിച്ചിരിക്കുന്ന സത്യത്തിൻ്റെ ഉപദേശമാണ് പത്രോസ് മുഖാന്തരം പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക ഉപദേശം. ഇത് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കുറയ്ക്കാനോ കൂട്ടാനോ നമുക്ക് അർഹതയില്ല. അങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ യേശുക്രിസ്തു എഴുതത്തില്ല. യേശുക്രിസ്തു ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. വെളിപ്പാട് 20:15 പറയുന്നു, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പി തള്ളിയിടും. അത് പേരിനും വേണ്ടി വിശ്വാസിയാന്ന് പറഞ്ഞാലും, യേശുവിൻ്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കിയും വീര്യപ്രവൃത്തികൾ ചെയ്തും പ്രവചിച്ചു യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞാലും, ഒരുപാട് പാപികളെ യേശുവിലേക്ക് നടത്തി എന്ന നാളിൽ പലരും പറയേണ്ടി വരും. ആ പറയുന്നവരെല്ലാം കൂടെ കർത്താവ് പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോ. മത്തായിയുടെ സുവിശേഷം 7:23 മുതൽ താഴെയുള്ള വാക്യം. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്രകാരം കാഴ്പാടിൽ അധർമ്മപ്രവൃത്തിയാണെന്ന്. എന്തുകൊണ്ടാണ് അത് അധർമ്മപ്രവൃത്തിയായത്? അടിസ്ഥാനമില്ലാതായിപ്പോയി. എന്താണ് അടിസ്ഥാനം? യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമാ അടിസ്ഥാനം.
ഇപ്പൊ യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ഇല്ലാതെയും ഈ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളമെല്ലാം നടക്കും. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ഇല്ലെങ്കിലും യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ള യോഗ്യതയാൽ ദൈവം അവൻ്റെ ആത്മാവിനെ വ്യക്തികളിലേക്ക് പകരും. എന്തിനാ പകരുന്നത്? സകല സത്യത്തിലും വഴി നടത്താനാണ്. അപ്പൊ സകല സത്യവും കുറിച്ചുള്ള അറിവ് ദൈവം തിരുവെഴുത്ത് മുഖാന്തരം നമ്മെ പഠിപ്പിക്കുമ്പോഴും ഈ ദൈവം പഠിപ്പിച്ചത് അനുസരിച്ചിട്ടുള്ളവർ അത് പ്രബോധിപ്പിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴും അത് കേട്ടിട്ട് തിരുവെഴുത്തൊത്തു നോക്കിയിട്ട് സത്യമെന്ന് ഗ്രഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ മാനുഷിക മുഖം നോക്കാതെ, സ്ഥാനമാനങ്ങളെക്കുറിച്ച് ഓർക്കാതെ, ആമേൻ, മനുഷ്യനാലുള്ള മഹിമേക്കാൾ യേശുക്രിസ്തുവിന്റെ നാമം ധരിച്ചുള്ള നിന്നയെ വലിയ ധനമെന്ന് എണ്ണുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ് യേശുക്രിസ്തു എന്ന പേര്. യേശുക്രിസ്തു എന്ന പേരിലുള്ള നിത്യജീവൻ, യേശുക്രിസ്തു എന്ന പേരിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന, പത്രോസിൻ്റെ ഉപദേശപ്രകാരം നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗരാജ്യത്തിൻ്റെ അവകാശം. പ്രിയരെ, ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എന്ന പേരിനെ സ്നാനത്തോടുകൂടി ധരിക്കാത്ത ഒരു മനുഷ്യനും ദൈവപുത്രനാവില്ല. ദൈവപുത്രൻ എന്ന പേരിന് നമ്മൾ അവകാശികളാകണമെങ്കിൽ യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ സ്നാനത്തോട് നമ്മൾ ധരിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്ന്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. രണ്ട്, പാപങ്ങളുടെ മോചനത്തിന്. മൂന്ന്, യേശുക്രിസ്തു എന്ന നാമം ധരിക്കാൻ. മൂന്ന് കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ സ്നാപകൻ എന്നെ സ്നാനപ്പെടുത്തുമ്പോൾ, പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടാൽ പോരാ. പിതാവിൻ്റെ പേര് യേശു എന്നാണ്. പിതാവിൻ്റെ പേര് കൊടുത്താണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് പുത്രൻ്റെ പേര് യേശു എന്നാണ്. പുത്രൻ്റെ പേരിലാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ്. ഈ രഹസ്യം അറിയാവുന്ന അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത് നാളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തിയത്. ഇത് മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഇത് മനസ്സിലായിട്ടും ഈ മനസ്സിലായത് ജനത്തെ പഠിപ്പിക്കാത്തവന് അയ്യോ കഷ്ടം. എത്ര ത്രിപിൾ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവർ മുഖാന്തരം നിത്യനാശത്തിലേക്ക് പോകുന്നവരുടെ എല്ലാ രക്തത്തിൻ്റെ വില ഈ മനുഷ്യര് കൊണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. ഈ സത്യത്തെ മൂടി വെക്കുന്നവർ കൊടുക്കേണ്ടി വരും. കർത്താവിന് തിരുവെഴുത്തതാ പറയുന്നത്. യെഹെസ്കേൽ പ്രവചനം പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാരൻ തന്റെ ദുഷ്ടത വിട്ടുപിരിഞ്ഞ് നീതി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവം അവനോട് കണക്കിടുന്നില്ല. ദുഷ്ടൻ തന്റെ നീതിമാൻ തന്റെ നീതി വിട്ടുപിരിഞ്ഞ് ദുഷ്പ്രത പ്രവർത്തിച്ചാലും അവനോട് അവന്റെ നീതി പ്രവർത്തികളെ വീണ്ടും കണക്കിടുന്നില്ല. ഇനി വേറൊരു കാര്യം യെഹെസ്കേലിനോട് പറയുകയാണ് അതേ അധ്യായത്തിൽ, നീ ദുഷ്ടനോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കാതെ അവൻ മരിച്ചുപോയാൽ അവന്റെ രക്തത്തിന്റെ വില ഞാൻ നിന്നോട് ചോദിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വേർപാടും വിശുദ്ധിയും ദൈവം നമുക്ക് നൽകിയിരിക്കെ എന്തിനാ എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ ഈ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പഹിക്കുന്നത് എനിക്കറിയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമം നമ്മളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ പേരാണ് യേശുക്രിസ്തു എന്ന പേര്. നമ്മൾ രക്ഷിക്കപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ പേരിൽ, സ്നാനപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ പേരിൽ, രോഗശാന്തിക്ക് പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പേരിൽ, നമ്മുടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുള്ള എല്ലാ പ്രാർത്ഥനയിലും യേശുക്രിസ്തുവിൻ്റെ പേരിലാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സഭായോഗങ്ങൾ ശുശ്രൂഷകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ പേരിലാണ്. കൊലോസ്യലേഖനം 3:16 വാക്കിനാലോ ക്രിയയാലോ നമ്മൾ എന്ത് ചെയ്താലും യേശുക്രിസ്തുവിൻ്റെ പേര് ചെയ്യണമെന്നാണ്. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പേര് നമുക്ക് ഇത്രയധികം സ്പഷ്ടമായി ദൈവം വെളിപ്പെടുത്തിയിരിക്കെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഇത് മറച്ചു വെക്കുന്നെങ്കിൽ
ഇതും വെളിപ്പെട്ടിട്ടും വെളിപ്പെടാതെ മറച്ചു വെക്കുന്നെങ്കിൽ സഹോദര, നിന്നിൽ വസിക്കുന്നത് ഭൂതമെന്നല്ലാതെ മറ്റെന്താ പറയുന്നത്? നിന്റെ നാശത്തിനു വേണ്ടി, നിന്റെ നിത്യനാശത്തിനു വേണ്ടി സാത്താൻ നിന്നിൽ വ്യാപരിച്ചിരിക്കുകയാണ്. കാരണം സാത്താൻ അറിയാം, നീ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെടുകയോ നീ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടണമെന്ന് ഉപദേശിക്കുകയോ ചെയ്താൽ നീ മുഖാന്തരം ഒരുപാട് പേര് രക്ഷിക്കപ്പെടും, മാത്രമല്ല നീയും രക്ഷിക്കപ്പെടും എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് സാത്താൻ നിന്നോട് നഖശികാന്ത് എതിർത്തിട്ട് എന്താ പറയുന്നത് അറിയാമോ? നീ ഈ വഴിയിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയെ ആര് നോക്കും? നിന്റെ മക്കളെ ആര് നോക്കും? നിന്റെ സ്ഥാനം പോകും, നിന്റെ മാനം പോകും. സ്തോത്രം. ഈ കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ പല യഹൂദന്മാർക്കും സത്യം മനസ്സിലായി. അവർ എന്തുകൊണ്ടാണ് കർത്താവിനെ ഏറ്റുപറയാഞ്ഞത്? അവർ കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ മനുഷ്യനാലുള്ള മാനം നഷ്ടപ്പെടുമെന്ന് പേടിച്ചു, അല്ലെങ്കിൽ പള്ളിയിലുള്ള മുഖ്യ സ്ഥാനം മാറിപ്പോകുമെന്ന് പേടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം പഠിക്കുമ്പോൾ കുരുടനായ ഒരു മനുഷ്യന്റെ അപ്പനും അമ്മയും പരസ്യമായി യേശുവിനെ ഏറ്റുപറയാൻ മടിച്ചു. അതിന്റെ കാരണം എന്താ? യഹൂദന്മാർ ഒരു ഭ്രഷ്ട് കൽപ്പിക്കുമെന്ന് പേടിച്ചു. ഇങ്ങനെയുള്ള പേടിയും കൊണ്ട് നടക്കുന്ന വിശ്വാസി എന്ന് വിളിക്കുന്ന സാത്താൻ്റെ മക്കളെ, പ്രിയരെ, നിങ്ങളെ അങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് മടങ്ങി വരുവീൻ. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുവീൻ. യേശുക്രിസ്തു എന്ന പേരിനേക്കാൾ അപ്പുറമായി നിങ്ങൾക്ക് എന്താണ് ദൈവബന്ധം ഉള്ളത്? യേശുക്രിസ്തു എന്ന പേരല്ലേ നമ്മുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. രക്ഷയ്ക്ക് യേശുക്രിസ്തു എന്ന പേര് നമ്മുടെ അടിസ്ഥാനം. സ്നാനത്തിന് യേശുക്രിസ്തു എന്ന പേര് അടിസ്ഥാനം. പിന്നുള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും യേശുക്രിസ്തു എന്ന പേര് നമുക്ക് മുഖ്യമായിരിക്കെ എന്തുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ നാം സ്നാനപ്പെട്ട് വേർപെടുന്നില്ല? സത്യവചനത്തെ എന്തിനും മങ്ങൾ മറച്ചു വെച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? നിങ്ങളോ നശിച്ചു പോകുന്നു, നിങ്ങളുടെ തലമുറയും നശിച്ചു പോകും. കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം നിങ്ങളുടെ തലമുറയിലേക്ക് വ്യാപരിക്കും, നിങ്ങളുടെ തലമുറയെ നശിക്കും. നിങ്ങൾ ഈ ലോകത്തിൽ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും ഭാരപ്പെട്ടതും വേദനപ്പെട്ടതും നിന്ന സഹിച്ചതും എല്ലാം വ്യർത്ഥമായി തീരും. അവസാനം യാതന സ്ഥലത്ത് ചെന്ന് സാത്താൻ നിങ്ങളെ ഇട്ട് കുത്തിമറിക്കും. കാരണം രണ്ട് സ്ഥലമേ ഉള്ളൂ മരിച്ചാൽ പോകുന്നത്. ഒന്നുകിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് പോകും, അത് ഉയരത്തിലേക്കാണ്. ഇല്ലെങ്കിൽ യാതന സ്ഥലത്തേട്ടേ പോകത്തുള്ളൂ. മൂന്നാമതൊരു സ്ഥലം ഇല്ല. മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകും. നമ്മൾ കുറുവാക്യം വായിച്ചത്. ഇവിടെ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തു എന്ന മനുഷ്യപുത്രനെ ഉയർത്തുന്നു എന്നുള്ള വിഷയത്തിൽ എന്താണ് കാര്യം? അന്ത്യ അത്താഴ സമയത്ത് ശിഷ്യന്മാരിലൂടെ കർത്താവാകുന്ന ദൈവം ശിഷ്യന്മാരിലുള്ള പാപം എന്ന സർപ്പത്തെ താൻ സ്വീകരിച്ചു. ഈ നിമിഷം ഈ ശിഷ്യന്മാരിലെ പാപരക്തവും പാപശരീരവും നിമിത്തമായി യേശുവിൻ്റെ ശരീരം പാവമായി തീർന്നു. ഈ പാവശരീരത്തെ കാൽവറി ക്രൂശിൽ, അതായത് സർപ്പമായി തീർന്ന പിച്ചള സർപ്പമായി തീർന്ന ശരീരത്തെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഈ ശരീരത്തെ തകർക്കുമ്പോഴും കർത്താവാകുന്ന ദൈവത്തിൻ്റെ അഭിഷേകം പ്ലസ് യേശുക്രിസ്തു എന്ന നാമമുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുന്ന എൻ്റെ സഹോദര, നിനക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയാണ് യേശുക്രിസ്തു എന്ന പേരിനെ ധരിക്കുക എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ പേരിൽ നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തു എന്ന പേരിൽ സ്നാനപ്പെടാം. അപ്പം സ്നാനപ്പെടുമ്പോൾ എന്താ ലഭിക്കുന്നത്? പാപമോചനം. പാപം സമം പിച്ചള സർപ്പം. ഇനി പിച്ചളം ഇല്ലെന്ന് പറഞ്ഞാൽ സർപ്പം. പാപം സമം സർപ്പം. അപ്പം നമ്മുടെ എല്ലാ പാപം ഈ ശിഷ്യന്മാരിലൂടെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ നമുക്ക് ആ ക്രൂശുമരണ മുഖാന്തരവും യേശുക്രിസ്തു എന്ന പേരിലാണ് നമ്മുടെ പാപം
അവൻ അവൻ്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്നുണ്ട്. ആ ശരീരത്തിലെ മരണത്തിൽ പങ്കാളിത്തം വഹിക്കേണ്ടതിന് ഈ യേശു ക്രിസ്തു എന്ന പേരിലുള്ള സ്നാനത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? പാപമോചനം ലഭിക്കുന്നു. അപ്പം നമ്മളെ സ്നാനപ്പെടുത്തുന്ന സ്നാപകൻ യേശു ക്രിസ്തുവിൻ്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് ലഭിക്കില്ല? യേശുവിൻ്റെ ക്രൂശുമരണത്തിന് പങ്കാളിത്തവും ലഭിക്കില്ല, പാപമോചനവും ലഭിക്കില്ല. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത ഏതൊരു വ്യക്തിയെയും ദൈവവചനം വിളിക്കുന്ന പേരാണ് സർപ്പം. എന്താണ്? സർപ്പം എന്ന. കാരണം പാവം ഇപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത വ്യക്തിയിൽ നിലകൊള്ളുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമം സ്നാപകൻ പറയാത്തത് കൊണ്ട് പാപം നിലകൊള്ളുന്നു. പാപം നിലകൊള്ളുന്നത് കൊണ്ട് പ്രിയ സഹോദര, നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കില്ല. പാവിയെ ചേർക്കാനല്ല സ്വർഗരാജ്യമുള്ളത്. കർത്താവാകുന്ന ദൈവം ഒരുക്കുന്ന രാജ്യത്തിൽ പാവിയെ പ്രവേശിക്കത്തില്ല. കർത്താവ് പറഞ്ഞു യോഹന്നാൻ 14-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഈ സ്ഥലം ഒരുക്കുന്ന സ്ഥലത്തേക്ക് പാവിയെ കയറ്റത്തില്ല. പാവമോചനം പ്രാപിച്ചവന് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. പാവമോചനം യേശു ക്രിസ്തുവിൻ്റെ പേരിലാണ്. ദൈവം ശീമോൻ പത്രോസ് മുഖാന്തരം അത് സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന, കർത്താവിനാൽ സ്ഥാപിതമായിരിക്കുന്നത് മനുഷ്യനാൽ അഴിക്കപ്പെടാൻ പറ്റുമോ? എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനാൽ സ്ഥാപിതമായത് മനുഷ്യൻ അഴിക്കാൻ പറ്റില്ല. കർത്താവിനാൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തിരുവെഴുത്തും പ്രകാരം പിതാവ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട്, ആമേൻ, ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ഈ പരിപാടി പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. ദൈവം സ്ഥാപിച്ചിരിക്കുന്നതാണ്. ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കായിട്ട് മാറ്റാൻ പറ്റുമോ? ദൈവം ഒന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യൻ ആർക്ക് അഴിക്കാൻ കഴിയും? ഇനി ദൈവം അഴിക്കുമോ? ദൈവം ഒന്ന് സ്ഥാപിച്ചതാ. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു അവനോട്, ശീമോൻ പത്രോസിനോട് പോവുകയാണ്. അവൻ്റെ അഡ്രസ്സ്, അവൻ്റെ കുടുംബ പേര് പറഞ്ഞിട്ട് പറയാണ്, ബറയോന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, അല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. മിക്കവാറും എല്ലാ സഹോദരങ്ങളെല്ലാം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, പത്രോസാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. സഹോദരങ്ങളെ, പത്രോസ് അല്ല യേശുവിനെ തള്ളിപ്പറഞ്ഞത്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ പ്രാപിച്ച ഒരു രഹസ്യം പറയാം. തിബരീസ് കടൽ തീരത്ത് വെച്ച് കർത്താവാകുന്ന യേശു 3 പ്രാവശ്യം ശീമോനെ വിളിക്കുന്നതാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ. എന്താ പത്രോസ് എന്ന് വിളിക്കാഞ്ഞത്? അവൻ അതുവരെയും പത്രോസ് ആയിട്ടില്ല. പത്രോസ് ആയത് എന്നാണ്? പെന്തക്കോസ് നാളിലാണ് പത്രോസ് ആയത്. എന്താണ് പത്രോസ്? അവനിലേക്ക് ദൈവം പകർന്ന അഭിഷേകമാണ് പത്രോസ്. അതുകൊണ്ട് അവൻ്റെ സഹോദരനായ അവൻ്റെ സഹോദരൻ ആദ്യമായിട്ട് യേശുവിനെ കണ്ടിട്ട് അവൻ്റെ അരികെ ശീമോൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ആന്ത്രയോസ് പറയുന്നുണ്ട്, ഞങ്ങൾ മിശിക എന്ന് വെച്ചാൽ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ യവന് യേശുവിൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ടപ്പോൾ യേശു ശീമോനെ സംബോധന ചെയ്തിട്ട് പറഞ്ഞതാണ്, നീ യോഹന്നാൻ്റെ മകനായ ശീമോനാണ്. നീ കേഫ അഥവാ പത്രോസ് എന്ന് വിളിക്കപ്പെടും. അതിൻ്റെ അർത്ഥം ആ നിമിഷം മുതൽ അവൻ പത്രോസ് ആയി എന്നല്ല. അതിൻ്റെ യോഹന്നാൻ സുവിശേഷം 1:42 അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോൻ ആകുന്നു എന്ന് പറഞ്ഞു. നിനക്ക് കേഫ എന്ന് പേരാകും എന്നു പറഞ്ഞു.
ഇതിന് പത്രോസ് എന്നാകുന്നു അർത്ഥം. അപ്പം അവൻ്റെ സഹോദരനായ ആന്ത്രയാസ് അവനെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് കർത്താവ് അത് പറഞ്ഞത്. എന്താണ്? കേഫ അഥവാ പത്രോസ് എന്ന് നിനക്ക് പേരാകും. എന്നാ പേരായത്? പെന്തക്കോസ് നാളിൽ യേശു ക്രിസ്തു അവനെ അഭിഷേകം ചെയ്തപ്പോൾ അവനിൽ പറഞ്ഞ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൻ്റെ പേരാണ് പത്രോസ്. പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരല്ല, അത് അവനിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ദൈവം ഇട്ട പേരാണ് അത്, ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണോ? വ്യക്തിയുടെ പേരാണ്. പക്ഷേ അത് ഒരു വ്യക്തിയുടെ പേരല്ല, സമൂഹത്തിൻ്റെ പേരാണ്. ഇതേപോലെ ആദം പറഞ്ഞൊരു വ്യക്തിയുടെ പേരാണ്, വ്യക്തിയുടെ പേരാണ്. അപ്പോൾ തന്നെ ആദം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ പേരാണ്. ഇതേപോലെ ശീമോൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സമൂഹത്തിന്, അപ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ പേരാണ്, വ്യക്തി സമൂഹത്തിൻ്റെ പേരാണ്. സ്തോത്രം. ദൈവം അവനിൽ പകർന്ന അഭിഷേകമാണ് പത്രോസ്. ഗലാത്യ ലേഖനം 1:8 നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതം. എന്ന് വെച്ചാൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മുഖാന്തരം പൗലോസ് പത്രോസിന് മുഖാന്തരം സ്ഥാപിച്ചിരിക്കുന്ന ഉപദേശത്തിന്മേലാണ് നിലകൊള്ളുന്നത്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ പഠിപ്പിച്ച ഉപദേശത്തിന് വിരുദ്ധം ഞാനാകട്ടെ, പത്രോസ് ആകട്ടെ, അനന്യാസ് ആകട്ടെ, വേറൊരു ദൈവദാസൻ അല്ലെങ്കിൽ ശ്ലീഹന്മാരിൽ വേറെ ആരെങ്കിലും ഒരാളാകട്ടെ, സ്വർഗത്തെ ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവനാരാണ്? ശപിക്കപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരല്ല, അത് ദൈവം ഒരു വ്യക്തിക്ക് കൊടുത്ത പേരാണുമ്പോൾ തന്നെ അവനാൽ സ്ഥാപിക്കപ്പെട്ട, അല്ലെങ്കിൽ ഷീമോൻ്റെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൻ്റെ പേരാണ് പത്രോസ്. അത് യേശു ക്രിസ്തുവിൻ്റെ ഒരു മറുപേരാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ദൈവസഭയുടെ പേരാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഈ ഉപദേശം, പത്രോസിൻ്റെ ഉപദേശം അനുസരിക്കുന്ന ഓരോ വ്യക്തിയും മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും പത്രോസിൻ്റെ അവയവങ്ങളാണ്, പാർട്ട് ഓഫ് പത്രോസാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടപ്പെട്ട സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമി അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. അങ്ങനെ ദൈവം പെന്തക്കോസ് നാളിൽ അവനിൽ പകർന്നതിന് ശേഷം അവനിൽ ഒരു പകർച്ച പകർന്നു, അതായത് അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച പകർന്നിട്ട് അവനിൽ മുഖാന്തരമായി കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സഭയുടെ ദൈവശരീരത്തിൻ്റെ അടിസ്ഥാനമാണ് പത്രോസ് മുഖാന്തരം ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ദൈവസഭയുടെ അടിസ്ഥാനം. ഇത് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ ആർക്കും കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും അനുവാദമില്ല പ്രിയരെ. ഇതനുസരിക്കുന്ന, ഈ വചനം അനുസരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തു എന്ന പേരിനെ ധരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിൽ ധരിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പേര് നിങ്ങളുടെ ദേഹിയിൽ ധരിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരായിത്തീരുന്നു. നിങ്ങളെന്നൊരു വ്യക്തി ആത്മാവും ജീവനും ശരീരവുമാണ്. ഈ 3 ഘടകത്തിലും യേശുക്രിസ്തു എന്ന പേരിനെ സ്നാനത്താൽ ധരിക്കുമ്പോഴാണ് നിങ്ങൾ ആരായിത്തീർന്നത്? വിശുദ്ധനാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധരല്ല. വിശുദ്ധരല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. 2 ജാതികളെ ഈ ഭൂമിയിലുള്ളൂ, ഒന്ന് പാവിയും മറ്റൊന്ന് വിശുദ്ധനും. അപ്പം യേശുക്രിസ്തു എന്ന പേര് ധരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയും വിശുദ്ധനല്ലേ അല്ല. കാരണം നമ്മളെ വിശുദ്ധീകരിക്കുന്നത് യേശുക്രിസ്തു എന്ന പേരിലാണ്. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നത് യേശുക്രിസ്തു എന്ന പേരിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ പാവവും വഹിച്ച് യേശുക്രിസ്തു എന്ന പേരിൽ നമ്മുടെ കർത്താവാകുന്ന ദൈവം, സ്തോത്രം, നമുക്ക് വേണ്ടി പാവമായി തീർന്നു. കാൽവറി ക്രൂശിൽ നമുക്കായി മരിച്ചു. ഈ ക്രൂശ് മരണത്തിന് പങ്കാളിത്തം വഹിക്കുവാൻ
നിങ്ങൾക്ക് ദൈവം പത്രോസ് മുഖാന്തരം സ്ഥാപിച്ച ഉപദേശങ്ങൾ അനുസരിപ്പാൻ മനസ്സില്ലെങ്കിൽ സഹോദരി, നിങ്ങൾ മരിച്ചാൽ യാതന സ്ഥലത്തേക്കേ പോകത്തുള്ളൂ. ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ രക്തത്തിൻ്റെയും നിങ്ങളുടെ മരണത്തിൻ്റെയും നിങ്ങളുടെ ശിക്ഷാവധിയുടെയും ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വേർപെടുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.